തൊടുപുഴ മുനിസിപ്പാലിറ്റി അഴിമതിയുടെ ഹോൾസെയിൽ ഡീലർ എഞ്ചിനീയർ TC അജി കേരളം എവിടെ നോക്കിയാലും അഴിമതിയും വിലക്കയറ്റവും കൊണ്ട് ജനജീവിതം പൊറുതിമുട്ടുന്നു. ഭയാനകമായ കാറ്റും മഴയിലും കാലാവസ്ഥ എപ്പോൾ പണി തരുമെന്നുള്ള അങ്കലാപ്പിലാണ് ജനജീവിതം. നിയന്ത്രണരഹിതമായ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതൊന്നും കണ്ടില്ല നടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലിയുടെയും അഴിമതിയുടെയും മുഖമുദ്രയായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാർ സൂചിപ്പിച്ചതും ഇതുതന്നെയായിരുന്നു. TC അജിയുടെ അഴിമതിയുടെ തുറന്ന പുസ്തകമായിരുന്നു BJP കൗൺസിലർമാർ ചെയർമാൻ്റെ മുന്നിൽ നിരത്തിയത്. എന്നാൽ ചെയർമാൻ്റെ ഉറപ്പിലാണ് BJP കൗൺസിലർമാർ ഈ അഴിമതി വീരനെ വെറുതെ വിട്ടത്. അതിൻ്റെ ഒരു തെളിവായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ AEയുടെ ക്യാബിന് മുമ്പിൽ തന്നെ ഞങ്ങളൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് അന്വേഷിക്കുകയും അതുപോലെ തന്നെ വിജിലൻസ് ഇന്നലെ തെളിവോടുകൂടി തന്നെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഫയലുകൾ പിടിച്ചുവെച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടുമുള്ള മോശമായ സമീപനത്തിനുമെതിരെയാണ് ഉപരോധ സമരം നടത്തിയത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ ഇനി അനുവദിക്കില്ലെന്ന ചെയർമാൻ സനീഷ് ജോർജ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയർമാൻ സനീഷ് ജോർജിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ജനം പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റി സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ട്രേഡിന്റെ ഉള്ളടക്കം പറയുന്നത് ചെയർമാൻ 2ാം പ്രതിയാണെന്നാണ്. അദ്ദേഹത്തിനെതിരെ ഈ കംപ്ലൈന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബാക്കി അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടുന്നവർക്ക് സംഭവത്തിൽ രാവിലെ മുതൽ മുനിസിപ്പാലിറ്റി പരിസരം വൻ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ചെയർമാനെതിരെ പ്രതിഷേധ സമരമാണ് നടക്കുന്നത്. പിന്തുണ നൽകുന്ന ചെയർമാൻ രാജിവെക്കുക. അഴിമതി വീര സനീഷ് ജോർജ് കൗൺസിൽ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാജിവെക്കൂ, പുറത്തു പോകൂ. അഴിമതി വീര സനീഷ് ജോർജ് രാജിവെക്കൂ, പുറത്തു പോകൂ. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി തൊടുപുഴയിൽ നിന്നും റിപ്പോർട്ടിംഗ് KK വിജയൻ.